വടക്കേ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവാഘോഷങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവം. ആചാരാനുഷ്ഠാനങ്ങളാൽ വിഖ്യാതമാണ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലുള്ള തൃച്ചംബരം ക്ഷേത്രവും അവിടെ നടക്കുന്ന മഹോത്സവവും. 14 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന തൃച്ചംബരം ക്ഷേത്രോത്സവത്തിന് എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുണ്ട്. തൃച്ചംബരത്ത് ഉത്സവകാലത്ത് മാത്രമുള്ള ഒരു ആചാരമാണ് മോതിരം വെച്ച് തൊഴൽ. ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രസ്വാമിയും ശ്രീകൃഷ്ണനും പൂക്കോത്ത് നടയിലെ ബാലലീലകൾ കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലെത്തിയ ശേഷം കളിയുടെ ക്ഷീണം തീർക്കാൻ നീരൂക്കും തറയിൽ വിശ്രമിക്കുന്ന സമയത്താണ് മോതിരം വെച്ച് തൊഴൽ ചടങ്ങ് നടക്കുന്നത്. തൃച്ചംബരം ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ മോതിരം വെച്ച് തൊഴൽ ആരംഭിച്ചു. തൊട്ടിലും കുഞ്ഞും, കാള, കലപ്പ തുടങ്ങിയ രൂപങ്ങൾ സമർപ്പിക്കാറുണ്ടെങ്കിലും തൃച്ചംബരത്ത് മോതിരം വെച്ച് തൊഴൽ തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത്. ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഏട്ടന്റെയും അനിയന്റെയും മുന്നിൽ ഭക്തജനങ്ങൾ വിശിഷ്ടമായ തൃച്ചംബരത്തെ ഇലഞ്ഞിമരത്തിന്റെ ഇലയിൽ മോതിരം വെച്ച് ഇഷ്ടകാര്യ സിദ്ധിക്കായും മറ്റും പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ സന്തോഷത്തോടെയിരിക്കുന്ന നേരമാണല്ലോ അവരുടെ അരികിൽ നിന്ന് കാര്യസാധ്യം നടക്കുന്നത്. അത് തന്നെയാണ് ഈ ചടങ്ങിന്റെയും ഐതിഹ്യം.
കംസനെ നിഗ്രഹിച്ചതിന് സമ്മാനമായി അർപ്പിക്കുന്നതാണ് മോതിരമെന്നും ചെറിയ കുട്ടികളെ കാണാൻ പോകുമ്പോൾ നാം സമ്മാനമായി മോതിരങ്ങൾ നൽകുന്നതിന്റെ പഴയ പതിപ്പാണ് ഈ ആചാരമെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. പുലർച്ചെയാണ് ഈ ചടങ്ങ് നടക്കുക. ഉത്സവത്തിന്റെ അവസാനം ഏട്ടനും അനിയനും കൂടിപ്പിരിയുന്ന ദിനത്തിലും ഈ ചടങ്ങ് നടക്കും. പരദേശി ബ്രാഹ്മണ കുടുംബത്തിനാണ് ഇതിന്റെ ചുമതല. ശ്രീശംബര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ്സനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അതിന്റെ ഓർമ്മയ്ക്കായി തിരുശംബര എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിന് ആ പേര് വന്നത് എന്നുമാണ് ഐതിഹ്യം.